വേനൽക്കാലം വന്നാൽ ചൂട് മാത്രമല്ലല്ലോ, ഇതിനൊപ്പം ആരോഗ്യ പ്രശ്നങ്ങളും വരാറുണ്ട്. പുറത്ത് ജോലി ചെയ്യുന്നവർ, കുട്ടികൾ, വീട്ടമ്മമാർ എല്ലാവർക്കും ഇത് ശ്രദ്ധിക്കേണ്ട സമയമാണ്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള മൃഗങ്ങൾക്കും പുറത്തുള്ള പക്ഷികൾക്ക് പോലും ഈ ചൂട് വലിയ ബുദ്ധിമുട്ടാണ്. ഇന്ന് നമുക്ക് നോക്കാം എങ്ങനെ നമുക്ക് ചൂടിൽ നിന്നും രക്ഷപ്പെടാം, എന്തൊക്കെ ഭക്ഷണം കഴിക്കണം, ആരെല്ലാം എന്തൊക്കെ ശ്രദ്ധിക്കണം, മൃഗങ്ങളെയും പക്ഷികളെയും എങ്ങനെ സംരക്ഷിക്കാം. ഈ വേനൽ ചൂടിൽ നിന്നും രക്ഷ നേടാൻ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ശരീരമാണ്. ദിവസവും ധാരാളം വെള്ളം കുടിക്കുക, കുറഞ്ഞതൊരു 3 ലിറ്ററെങ്കിലും. 11 മണി മുതൽ 3 മണി വരെ, പകൽ സമയം 11 മുതൽ 3 വരെ പുറത്തിറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. കോട്ടൺ ഡ്രസ്സുകൾ ധരിക്കുക. ലൈറ്റ് കളറുള്ള ലൂസായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. നേരിട്ട് സൂര്യപ്രകാശത്തിൽ കൂടുതൽ സമയം നിൽക്കരുത്. ശരീരം ക്ഷീണം തോന്നിയാൽ വിശ്രമിക്കുക നിർബന്ധമാണ്. വേനൽക്കാലത്ത് ഭക്ഷണം വളരെ പ്രധാനമാണ്. പാനീയങ്ങളും അതിൽ കൂടുതൽ പ്രധാനം തന്നെയാണ്. തണുപ്പ് നൽകുന്ന ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തണം നമ്മുടെ ആഹാരത്തിൽ. തൈര്, മോര്, കഞ്ഞി, വെള്ളരി, തക്കാളി, കുമ്പളം, ഇലക്കറികൾ തുടങ്ങിയവ. ചായയും കോഫിയും പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത്. തുളസിയില, കഞ്ഞിക്കൂർക്കൽ തുടങ്ങിയ ഇലകൾ ഉപയോഗിച്ചുള്ള പാനീയങ്ങൾ നമുക്ക് നല്ലതാണ്. ഇവ ശരീരത്തെ തണുപ്പിക്കുകയും പ്രതിരോധശേഷി കൂട്ടുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ നാച്ചുറൽ പാനീയങ്ങൾ, നാരങ്ങവെള്ളം, തേങ്ങാവെള്ളം, സംഭാരം എന്നിവയൊക്കെ ഉപയോഗിക്കാം. വളരെ കനം കൂടിയതും ചൂടുള്ളതുമായ ഭക്ഷണങ്ങൾ കുറയ്ക്കുക. പഴകിയ ഭക്ഷണം ഒഴിവാക്കുക. ഇനി പുറത്ത് ജോലി ചെയ്യുന്നവർക്ക് വേണ്ടി നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കാമെന്ന് നോക്കാം. ഇടയ്ക്കിടെ വിശ്രമം എടുക്കുക. പുറത്ത് ജോലി ചെയ്യുന്നവർ ഇടയ്ക്കിടെ വിശ്രമം എടുക്കുക. തലയിൽ തുണിയോ ക്യാപ്പോ ഉപയോഗിക്കുക. വെള്ളം കൂടാതെ ജോലി ചെയ്യരുത്, അതായത് ഇടയ്ക്കിടെ വെള്ളം കുടിക്കുകയും വേണം. ക്ഷീണം, തലചുറ്റൽ തുടങ്ങിയ ലക്ഷണങ്ങൾ വന്നാൽ ഉടൻ ജോലി നിർത്തി വിശ്രമിക്കുക. കുട്ടികളെ രാവിലെയോ വൈകുന്നേരമോ ഇളം വെയിലുകളിൽ മാത്രം പുറത്തു വിടുക കളിക്കാനായിട്ട്. നേരിട്ട് ചൂടിൽ കളിക്കാൻ അനുവദിക്കരുത്. വെള്ളം കുടിപ്പിക്കാൻ ശ്രദ്ധിക്കുക. ഒഴിവാക്കുക. ഐസ്ക്രീം, കൂൾ ഡ്രിങ്ക്സ് എന്നിവ ഒഴിവാക്കുക. ലൈസ്, മിച്ചർ, അതുപോലെ തന്നെ ഭയങ്കര എരിവുള്ള എണ്ണയുള്ള പലഹാരങ്ങളൊക്കെ കഴിവതും ഒഴിവാക്കുക. വീട്ടിൽ നാച്ചുറൽ ഫുഡ് നൽകുക. വീട്ടമ്മമാരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വീട്ടിൽ വായു സഞ്ചാരം ഉറപ്പാക്കുക. പാചക സമയം ക്രമീകരിക്കുക. അതായത് ചൂട് കുറവുള്ള സമയത്ത് പാചകം സമയമായി ക്രമീകരിക്കുക. കുടുംബത്തിന് ഫ്രഷ് ലളിതമായ ഭക്ഷണങ്ങളെല്ലാം നൽകാൻ വീട്ടമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫ്രിഡ്ജ് വെള്ളം മാത്രം ആശ്രയിക്കാതെ നാച്ചുറൽ ഡ്രിങ്ക്സ് കുടുംബത്തിന് നൽകുക. മൃഗങ്ങളും പക്ഷികളും ചൂട് നമ്മൾക്ക് മാത്രമല്ല അവർക്കും ബുദ്ധിമുട്ടാണ്. വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളാവട്ടെ പക്ഷികളാവട്ടെ അവർക്ക് തണുത്ത വെള്ളം എപ്പോഴും ലഭ്യമാക്കുക. നേരിട്ട് സൂര്യപ്രകാശത്തിൽ നിന്നും അവരെ സംരക്ഷിക്കുക. തണലുള്ള ഇടം അവർക്കായി ഒരുക്കുക. പുറത്തുള്ള പക്ഷികൾക്കും മൃഗങ്ങൾക്കും ചെറിയ പാത്രങ്ങളിൽ വെള്ളം വയ്ക്കുക. വീട്ടുവളപ്പിൽ തണലുണ്ടാക്കാൻ ശ്രമിക്കുക. ഇത് ചെറിയ കാര്യമാണെങ്കിലും ഇതൊരു വലിയ ജീവകാരുണ്യമാണ്. വേനൽക്കാല ആരോഗ്യ പ്രശ്നങ്ങൾ നോക്കാം. ചൂട് കാരണം തലവേദന, ക്ഷീണം എന്നിവയൊക്കെ നമുക്ക് അനുഭവപ്പെടാം. ആ സമയം ഉടൻ വിശ്രമിക്കുക. വെള്ളം കുടിക്കുക. ഡീഹൈഡ്രേഷൻ മൂലമുണ്ടാകുന്ന അസുഖങ്ങൾക്ക് ORS, നാരങ്ങവെള്ളം എന്നിവ ഉപയോഗിക്കുക. കുടുംബത്തിന് പഴകിയ ഭക്ഷണം നൽകാതിരിക്കുക.
വേനൽക്കാലം ശ്രദ്ധിച്ചാൽ സുഖമായി കടന്നു പോകാം. നമ്മളെ മാത്രമല്ല, നമ്മുടെ കുടുംബത്തെയും മൃഗങ്ങളെയും പക്ഷികളെയും കൂടി സംരക്ഷിക്കാം. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.